അല്ല, എനിക്ക് വലിയ സംശയമില്ല ആരൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരാൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നുണ്ട്, ഒരാൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മളുടെ രാഷ്ട്രീയത്തിലൊരു പുതിയ ഒരു കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരേ KLF വന്ന് പ്രസംഗിച്ചതും ചർച്ച ചെയ്തതും. ഡോക്ടർ അംബേദ്കർ എന്താ പറഞ്ഞത്? നമ്മളുടെ ഭാരത ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭക്തി ചെയ്യും, പക്ഷെ ആ ഭക്തിയെ രാഷ്ട്രീയത്വം കൊണ്ടുവരും ചിലവർ. രാഷ്ട്രീയത്തിൽ ഭക്തി ഒരു അപകടമാണെന്ന് ഡോക്ടർ അംബേദ്കർ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അപ്പോൾ ശ്രീ MT വാസുദേവൻ നായർ ഇത് പറയുന്നത് നമ്മളുടെ അംബേദ്കറിൻ്റെ ഒരേ വിചാരമാണ്, ഒരേ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഒരു ഭക്തി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളോ മനുഷ്യൻ്റെ ചില കുറവില്ലായും കഴിവില്ലായും അതിനെക്കുറിച്ചൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുക. നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെ ദൈവത്തിനെ പോലെ ആക്കി കഴിഞ്ഞാൽ ഈ രാജ്യം പഴയ്ക്കും. അത് അംബേദ്കർ 70 വർഷം മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴും MT വാസുദേവൻ നായർ ചോദിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ അദ്ദേഹത്തോടൊപ്പം 100% യോജിപ്പാണ്. അതാ, എനിക്ക് വലിയ സംശയമില്ല ആരായാലും. അത് നമ്മുടെ സംസ്ഥാനത്തിലും ദേശീയ സ്ഥിതിയിലും ഞാൻ കാണുന്നു. നാളെ വേറെ സംസ്ഥാനത്ത് വേറൊരാളും ഒരു പക്ഷേ കാണുമായിരിക്കും. ഇത് നമ്മളുടെ രാജ്യത്തിലൊരു കുഴപ്പം തന്നെയാണ്. ജനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെ ശരിക്കും ഒരു ദൈവത്തെ പോലെ ഈ ഭക്തി കൊടുക്കുന്നത് അർത്ഥമില്ലാത്തൊരു പെരുമാറ്റമാണ്. ഇതിനെക്കുറിച്ചൊരു വാർണിംഗ് ഡോക്ടർ അംബേദ്കറിൻ്റെ 70 വർഷം മുമ്പുണ്ടായിരുന്നു. ഞാനും ഒരു എഴുത്തുകാരനാണ്, രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ വലിയ അവകാശമൊന്നുമില്ല. എഴുത്തുകാർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് എഴുത്ത്. നമ്മളുടെ സാമൂഹ്യത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ എഴുതുക. അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ എഴുതാം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ കാര്യത്തിൽ അവർ അഭിപ്രായം പറയാം. ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ വേറെ വല്ലവർക്കും വേറെ അഭിപ്രായമുണ്ടെങ്കിൽ പറയാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഒരു ലിറ്റററി ഫെസ്റ്റിവൽ, ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ അഭിപ്രായങ്ങളെയൊക്കെ സംസാരിക്കാനും പല വിധത്തിൽ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഈ ഒരു എക്സ്പോഷർ കൊടുക്കാനുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ചെയ്തു, ആരംഭത്തിൽ തന്നെ ചെയ്തു, നന്നായി. ഈ CPM പറയുന്നത് തങ്ങളെ കുറിച്ചല്ല എന്നാണ് പറയുന്നത്. CPM പറയുന്നത് അവർ പറയുമല്ലോ. അല്ല, 20 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു എഴുത്താണ് അത് വീണ്ടും പറഞ്ഞതേ ഉള്ളൂ. അത് റെലവൻ്റ് ആയതുകൊണ്ടായിരിക്കില്ല അദ്ദേഹം പറഞ്ഞത്. അല്ല, അത് പണ്ട് കാലത്ത് പറഞ്ഞതിനെ വീണ്ടും പറയാൻ തോന്നിയാൽ അതിൻ്റെ തുടരുന്ന റെലവൻസ് കണ്ടിട്ട് തന്നെയല്ലേ പറയുള്ളൂ. ഞാനും പല കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ പറയാൻ ആവശ്യം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം വീണ്ടും നമുക്ക് റെലവൻസായി തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പൂർണ്ണ അവകാശമുണ്ടാകും. ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ദേശം, രാജ്യവും സംസ്ഥാനമൊക്കെ നയിക്കുന്നവരെയാണ് നമ്മൾ പറയുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ പാർട്ടിയുടെ അകത്ത് എല്ലാ പാർട്ടിയിലും ചില രീതികളുണ്ടാവും, അതിനെക്കുറിച്ച് വേറെ സംസാരിക്കാം. പക്ഷേ ഈ ഭക്തി, അധികാരം, ജനങ്ങളുടെ പേരിൽ അധികാരം എടുത്തവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളുടെ പേരിൽ അധികാരം എടുത്തിട്ട് നിങ്ങളൊരു ദൈവത്തെ പോലെ ഇരുന്നാൽ എന്നതിൻ്റെ അർത്ഥമാണ് ചോദ്യം. കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഫിലിപ്പ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് യുവാക്കൾ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വരണം, പഴയ ആളുകളൊക്കെ മാറ്റി പുതിയൊരു നേതൃത്വം വരണം എന്നാണ്. അങ്ങനെ അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഞാനിത് പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്. ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് ഞാൻ ചെറിയാനിൻ്റെ പോസ്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സ്പെസിഫിക്കലി പറയുകയല്ല. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ തന്നെ ഇന്നാളും കൂടി പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ഈ ലോക്സഭ കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും വരുന്ന പകരം ഞാൻ മാറി നിന്നിട്ട് യുവാക്കൾക്കൊരു അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അവസാനത്ത് പാർട്ടിയാണ് തീരുമാനിക്കുക. പക്ഷെ ഞാൻ തന്നെ പറയുന്നു, നമ്മൾക്കൊരു സമയം വരുമ്പോൾ മാറി നിന്നിട്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. ഇങ്ങനെയാണ് എല്ലാ സാമൂഹ്യത്തിലും ഒരു റിന്യൂവൽ വരും. രാഷ്ട്രീയത്തിൽ റിന്യൂവലിൻ്റെ ആവശ്യമുണ്ട്. അല്ല, ഇപ്പം തന്നെ മാറാൻ ഒരു ധൃതിയുമില്ല. അതും പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് ഒരു തവണയും കൂടി, ഒരു അവസാനത്തെ തവണ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ സമയം ഒരു കാലത്ത് വരും നമ്മൾക്ക് മാറി നിൽക്കാൻ. അത് എല്ലാവർക്കും